അതായത് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. MLA എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ യാതൊരു നിയമ തടസ്സവുമില്ല. തടസ്സമുണ്ടെങ്കിൽ സ്പീക്കറാണ് പറയേണ്ടത്. ഇതുവരെ ഇന്നുവരെയും അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ നിലവിലില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം MLA എന്നുള്ള പദവി, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയാൻ ആർക്കും നിയമപരമായിട്ട് അധികാരമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അസൗകര്യമായിരിക്കും. അദ്ദേഹം വരികയാണെങ്കിൽ അത് തടസ്സം ചെയ്യാനുള്ള അധികാരം ആർക്കും ഉണ്ട്. ശരിയാ, അതായത് അത് ശരിയാണ്. കാരണം അദ്ദേഹത്തെ പലരും പോയി സന്ദർശിച്ചിരുന്നു. ഇവിടുത്തെ ഒരു വോട്ടർക്ക് ഇവിടുത്തെ ഒരു MLA കാണാൻ വല്ല നിഷേധമുണ്ടോ? അല്ല, കോൺഗ്രസ്, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തിരിക്കുന്നത്? അത് ആദ്യം നിങ്ങൾ വ്യക്തമാക്കണം. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, സസ്പെൻഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു നടപടിയാണ്, സ്ഥിരം നടപടിയല്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പുകമറ വന്നപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാവകാശത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതായിട്ടില്ല. ഏത് വ്യക്തികൾക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ, MLA കാണാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അതാർക്കും നിഷേധിക്കാൻ കഴിയും. ഇത് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ കാണും, പ്രവർത്തകർ കാണും. അതിനെന്താണ് ഒരു ഔപചാരികത കുറവുള്ളത്? ഒരു അനുമതി ആവശ്യം. ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച്, ഒരു മിനിറ്റ്, ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് എല്ലാ വ്യക്തികൾക്കുള്ള അവകാശം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. ഇനി അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നാൽ, ഒരു പ്രതിയായാൽ പോലും അവകാശം ഈ രാജ്യത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രതിയല്ല, അദ്ദേഹത്തിനെതിരെ കേസുമില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഈ പുകമറകളും ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുത അന്വേഷിക്കാനുള്ള ഒരു സമയപരിധിയാണ്. അല്ലാതെ സ്ഥിരം സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ BJPക്ക് സംരക്ഷിക്കാൻ ഇവിടുത്തെ ജനങ്ങളുണ്ടാവുമല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്ത MLA അല്ലേ? അതിലെല്ലാ പാർട്ടിക്കാരും കാണും. ചിലപ്പോൾ എനിക്ക് സംശയം BJPയിലെ തന്നെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. കാരണം BJPയുടെ മറ്റൊരു നേതാവിനെതിരെ കടുത്ത ആരോപണം, കേസും ഒക്കെ നിലനിൽക്കുകയാണല്ലോ. അത് പൂഴ്ത്തിവെച്ചുകൊണ്ട് MLAക്കെതിരെ പറയുന്നത് ശരിയല്ല എന്ന അഭിപ്രായം BJPയിലുണ്ട്, CPMലുണ്ട്. പാലക്കാട് ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാർ സ്ത്രീ പീഡന ആരോപണ വിധേയമായി പാർട്ടിയിൽ നിന്ന് താഴ്ത്തി ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റിയിലാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞു അവിടെ എന്താ ഒരു നയം എടുക്കണം, ഇവിടെ എന്താ ഒരു നയം എടുക്കണം. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ CPMലും BJPയിലുമാണ് ഇപ്പോൾ കടുത്ത ഭിന്നതകൾ. കോൺഗ്രസിലൊരു ഭിന്നതയില്ല. കോൺഗ്രസ് നടപടിയെടുത്തിട്ടുണ്ട്. അത് താൽക്കാലിക നടപടിയാണ്. അത് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് ആ പാർട്ടിക്ക് ബോധ്യം ഗൗരവമേറിയതാണെന്ന് വെച്ചാൽ ശക്തമായ നടപടിയെടുക്കും. നിങ്ങൾ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കുന്ന ഉത്സാഹം ആരുടെ പ്രേരണ കൊണ്ടാണ്? ആരാണ് പരാതിക്കാരി? എവിടെയാണ് പരാതിയുള്ളത്? നിയമവ്യവസ്ഥയുടെ മുമ്പിൽ എന്താണുള്ളത്? അപ്പം നിങ്ങളുണ്ടാക്കുന്ന പുകമറയ്ക്ക് ഞങ്ങൾ മറുപടി പറയും. നേരെ മറിച്ച് നിയമസഭയിൽ ഞാൻ ചോദിക്കട്ടെ, നിയമസഭയിൽ പങ്കെടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർ ഏതാ പാർട്ടി? സ്പീക്കർ ഏത് ഗവൺമെന്റ് ഭാഗം? സ്പീക്കർ പറഞ്ഞ ഒരു പരാതിയില്ല. അദ്ദേഹം വരുന്നതിന് ഞാൻ ചോദിക്കട്ടെ, അത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ അതിന്റെ നടപടിക്രമം അങ്ങനെയാണ്. അല്ല, അതെ, മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഞാൻ ഇപ്പോഴും പറയുന്നു മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പുകമറയാണ് ഈ അന്തരീക്ഷത്തിൽ നിലനിന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്. അല്ലാതെ വേറൊരു രേഖാപരമായ തെളിവോ അല്ലെങ്കിൽ പരാതിയോ ഇല്ല, നിയമവ്യവസ്ഥയുടെ മുമ്പിൽ ഇല്ല. അതുകൊണ്ട് കൂടിയാണ് സസ്പെൻഷൻ. അത് പാർട്ടി, ഞാൻ ചോദിക്കട്ടെ, മാധ്യമങ്ങൾ ഊതി പെരുപ്പിച്ച കാര്യങ്ങൾ
പ്രചരിപ്പിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നെഞ്ചത്ത് കൈവച്ച് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് പറയാൻ കഴിയുമോ? അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അത് രാഹുൽ ആലോചിക്കും, ഞാനല്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.